അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ മടി കാരണം അവരുടെ കാര്യങ്ങൾക്ക് എല്ലാറ്റിനും അലസത കാണിക്കുന്നവർക്കുള്ളതാണ്. ഒരുപാട് പേർ പറയാറുണ്ട്, എനിക്ക് കൃത്യമായിട്ട് നിസ്കരിക്കണമെന്നുണ്ട്, ഖുർആൻ ഓതണമെന്നുണ്ട്, ഒരുപാട് സ്വലാത്ത് ചൊല്ലണമെന്നുണ്ട്, ഒരുപാട് ദിക്റുകൾ ചൊല്ലണമെന്നുണ്ട്, തഹജ്ജുദിനും സുബഹിക്കുമൊക്കെ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. എല്ലാറ്റിനോടും ഒരു മടി. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഞാൻ നിസ്കരിക്കാതെ, ഖുർആൻ ഓതാതെ, സ്വലാത്ത് ചൊല്ലാതെ എന്റെ ഓരോ ദിവസം പോകുന്നതോറും എനിക്ക് പേടി കൂടുകയാണ്. പക്ഷെ എന്റെ മടി കാരണം എനിക്കിതൊന്നും ചെയ്യാൻ ആവുന്നില്ല. ഇതുപോലെ ആഗ്രഹമുണ്ടായിട്ടും മടി കാരണം ചെയ്യാൻ പറ്റാത്തവർക്കുള്ള കുറച്ച് സൂറത്തുകളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് ഇബാദത്ത് ചെയ്യുവാനുള്ള മടി മാത്രമല്ല, നമ്മുടെ വീട്ടുജോലിയിൽ മടി തോന്നുന്നവർക്കും, പുരുഷന്മാർക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ മടിയുള്ളവർക്കും, പഠിക്കാൻ മടി തോന്നിയാലും അങ്ങനെ എന്ത് കാര്യത്തിന് മടി തോന്നുന്നവർക്കും ഈ സൂറത്ത് ഓതിയാൽ മതി. ഈ സൂറത്തുകൾ ഓതിയാൽ നമ്മുടെ മടിയും ക്ഷീണവും മാത്രമല്ല, നമ്മുടെ അലസതയും മാറും. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉറക്കം പിടിച്ചിരിക്കുന്ന അവസ്ഥകൾ മാറി നല്ല എനർജറ്റിക് ആവും. നമ്മൾ നല്ല സ്വഭാവമുള്ളവരാവാനും ദീനിയായി നടക്കുവാനും ഈ സൂറത്തുകൾ സഹായിക്കും. നമ്മൾ നന്നാവാൻ മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മടിയും ക്ഷീണവും മോശം വഴിയിലൂടെയുള്ള നടത്തം അവസാനിക്കുവാനും, നിസ്കരിക്കാൻ തോന്നാനും ദീനിയായി നടക്കാൻ തോന്നാനും ഈ സൂറത്തുകൾ ഓതാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ക്ഷീണം, അലസത, മടി ഇതിനെല്ലാം കാരണം എന്താണെന്നാണ്. ചില ആളുകൾക്ക് പല രോഗം കാരണം ക്ഷീണം, മടി എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിന് വിദഗ്ധമായ ഡോക്ടർമാരെ കാണിച്ച് അതിനുള്ള ചികിത്സ തേടണം. പിന്നെ സോഷ്യൽ മീഡിയ, ഫിലിംസ്, സോങ്സ് ഇവയിലെല്ലാം അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരെല്ലാവരും തന്നെ സ്വയം മനസ്സിലാക്കി നിസ്കരിക്കുവാനും ഖുർആൻ ഓതാനും എല്ലാം സമയം കണ്ടെത്തണം. മനസ്സിൽ സ്ട്രെസ്സായിട്ട് നടക്കുന്നവർ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇനി മടിയും ക്ഷീണവും അകറ്റാനുള്ള ആദ്യത്തെ വഴി, നമ്മുടെ എല്ലാ ഫർള് നിസ്കാര ശേഷവും അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും ദിക്റുകളും എല്ലാം ചൊല്ലി കഴിഞ്ഞതിന് ശേഷം അലം നസ്ര സൂറത്ത് 3 പ്രാവശ്യം ഓതുക. നിസ്കാരം കഴിഞ്ഞ് കുറെ നേരം എടുക്കരുത്. നിസ്കാരവും ദിക്റും സ്വലാത്തുകളെല്ലാം കഴിഞ്ഞ് അതിനോട് അനുബന്ധിച്ച് തന്നെ ഓതണം. ഇനി രണ്ടാമത്തേത് സൂറത്തുൽ അംബിയാ 3 പ്രാവശ്യം ഓതുക, അല്ലെങ്കിൽ സൂറത്തുൽ നഹ്ൽ 7 പ്രാവശ്യം ഓതുക. ഇഷ്ടമുള്ള ഏത് സൂറത്ത് ഓതിയാലും മതി. രണ്ടും കുറച്ച് വലിയ സൂറത്തുകളാണ്. ഏത് സൂറത്ത് ഓതിയാലും മതി. ഇതിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയതിനു ശേഷം അള്ളാഹുവിനോട് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി മൂന്നാമത്തെ മാർഗം, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും 17 ആയത്തുൽ കുർസി 17 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ 3 മാർഗത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ഉള്ള ക്ഷീണവും മടിയും ഉറക്കത്തൂങ്ങലും എല്ലാം മാറി നല്ല എനർജറ്റിക് ആവും.